ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ആ പിതാവ് ഇന്ന് നാട്ടിലെത്തി. ഭാര്യ ഗുരുതരാവസ്ഥയിലെ ഹോസ്പിറ്റലിൽ. പൊന്നുമോന് വിട പറഞ്ഞു. ഉമ്മ, ജ്യേഷ്ഠൻ്റെ വൈഫ്, എല്ലാവരെയും ലാസ്റ്റായിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. 7 വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടന്നിരുന്ന റഹീം ഇന്ന് നാട്ടിലെത്തി. അഫ്നാസിൻ്റെ പിതാവ്. ആരെ കാണാൻ, എന്തിന്, എങ്ങനെയാണ് അവർ വരിക എന്നല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി. അഫ്നാസിനെ ഇനി അവർ കാണുമോ? അഫ്നാസിനെ ഏറ്റെടുക്കുമോ മകനായിട്ട്? അറിയില്ല. കുറേ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഇനിയും കിട്ടാനുണ്ട്. നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ഭാര്യൻ്റെ അടുത്താണോ എന്താണോ ഒന്നും അറിയില്ല. ലാസ്റ്റായിട്ട് ആ പൊന്നും മോനും അന്ത്യചുംബനം നൽകാനും കൂടി കഴിയാതെ റഹീം വിങ്ങി പൊട്ടുണ്ടാവും. മനുഷ്യൻ്റെ ഒരു അവസ്ഥ, എന്താണ് അവസ്ഥ അല്ലേ? അപ്പോൾ റഹീം ഇന്ന് നാട്ടിലെത്തി. അയാൾക്ക് എന്താ പറയുക, ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ പടച്ചോന്. ഈ ഒരു പ്രതിസന്ധി ഇത്രയും വർഷം കടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുങ്ങി കടന്നുകൊണ്ട് നിന്നിപ്പം താമസരേഖ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ കുടുങ്ങി കിടന്നിരുന്ന റഹീം ഈ ഒരു അവസ്ഥയിലാണ് നാട്ടിലെത്താൻ കഴിഞ്ഞത്. ഏതായാലും അയാൾക്ക് ക്ഷമിക്കാനുള്ള ഇത് കൊടുക്കട്ടെ പഠിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് ഇപ്പോൾ ദമാമിൽ നിന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയത്. കഴിഞ്ഞ 7 വർഷമായി സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ താമസരേഖ പുതുക്കാൻ കഴിയാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് 7 വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം നേരെ എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ഷമി ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അവരുടെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ പോലീസ് കടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അബ്ദുറഹീം ദാമാമിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, അല്പസമയം മുമ്പാണല്ലോ അദ്ദേഹം നാട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. എങ്ങോട്ടാണ് നേരെ പോകുന്നത്? അമൃത, ഏതാണ്ട് കുറച്ച് മുമ്പാണ് ഇപ്പോൾ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൽ റഹീം നാട്ടിലേക്ക് വന്നത്. മറ്റ് സമീപത്തുണ്ടായിരുന്ന അയൽവാസികളുടെയൊക്കെ കൂടെയാണ് അപ്പം അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇവിടുന്ന് നേരെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷമീനയുടെ സഹോദരൻ ഷമീറിൻ്റെ പേരമലയിലുള്ള വീട്ടിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത് DK മുരളി MLA ഓഫീസിലേക്കോ അതല്ല എങ്കിൽ AA റഹീം MPയുടെ ഓഫീസിലേക്കോ പോകുമെന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടേക്ക് പോകുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഈ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി, ഷമീറിൻ്റെ വീട്ടിൽ പോയി, അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ ആശുപത്രിയിലേക്ക് പോകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിനകം ഒരു 8:30 അദ്ദേഹം വീട്ടിലെത്തി അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തീർത്തും നിർവികാരനായിട്ടാണ് അദ്ദേഹം വന്നിറങ്ങിയത്. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് 7 വർഷത്തെ പ്രവാസ ജീവിതത്തിനിപ്പുറം അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. നേരെ ബന്ധുവീട്ടിലേക്ക് പോയതിനു ശേഷം അവിടുന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമീനയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അമൃത.